ഇത് നമ്മളിപ്പോൾ 800 വിറ്റിൻ്റെ ഒരു ഓഫർ നിലക്ക് 700. ഇപ്പം 30 ഐറ്റം സാധനം നമ്മൾ 250 റുപ്യേനെ വില കൂട്ടിയിട്ടില്ല ആ ഓഫർ. ഞാൻ ലിയാ ഗാർഡനിൽ ആദ്യമായിട്ട് വരികയാണ്. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് വന്നതന്നെയാണ്. അപ്പോൾ ഇവിടെ റേറ്റൊക്കെ കുറവ് തന്നെയാണ്. നല്ല കളക്ഷൻ ഉണ്ട്, നല്ല വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓവറോൾ ഹാപ്പിയാണോ ഇവിടെ വന്നിട്ട്? എവിടെയാണ് സ്ഥലം? ഞാനിവിടെ അടുത്ത് തന്നെയാണ്, വാങ്ങുന്ന പറയും. വാങ്ങുന്നതാണ് പിന്നെ അല്ലേ? പേരെന്തായിരുന്നു? പേര് റഷീദ്. ഓക്കെ, ഏതൊക്കെ പ്ലാന്റുകൾ എടുത്തോ? ഞാനിപ്പോൾ ഇവിടുന്ന് മൾബറി എടുത്തിട്ടുണ്ട്, പിന്നെ മറ്റേ മാങ്കോസ് എടുത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്, ഓറഞ്ച്, പിന്നെ റംബൂട്ടാന്. ഓക്കെ, ഒരുവിധം വെറൈറ്റീസ് കളക്ട് ചെയ്തിട്ടുണ്ടല്ലേ? റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹാപ്പിയാണ്. നല്ല പാകത്തെ റേറ്റാണ്, നമുക്ക് പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളൂ. പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ ലിയാ ഗാർഡനിലാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഈ ഒരു നഴ്സറിയുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു അടിപൊളി ഓഫറും കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് നൗഷാദ് ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ തന്നെ കൂടെ കൂടിക്കോളാം. ഹായ്, ലിയാ ഗാർഡൻ NP ലിയാ ഗാർഡൻ അടിച്ചാൽ മതി. NP ലിയാ ഗാർഡൻ അടിച്ചാൽ നേരം വരും. കറക്റ്റ് ലൊക്കേഷനാണ്. വേറെ ഒന്നും നോക്കാല്ലേ? അത് നമ്മൾ മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിൽ പഴമള്ളൂര്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെറൈറ്റി ഏതാ? ഫസ്റ്റ് വെറൈറ്റി നമ്മൾ അന്നത്തെ കാലാപ്പടി, അതിന് ശേഷം പുതിയ കാലാപ്പടികൾ, നല്ല കാലാപ്പടികൾ വേറെ വന്നിട്ടുണ്ട്. നല്ല വലിയ കാലാപ്പടികൾ, നല്ല ബുഷായ. ഇതിനിപ്പോൾ എന്താ വെച്ചാൽ ഇതിലിപ്പോൾ കുറച്ച് കമ്മിയുള്ള റേറ്റ് 700 കൊടുക്കേണ്ടതാണ്. ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. ഇതല്ല മൂപ്പുള്ള നല്ല കടവണ്ണകൾ, നല്ല സൈസാണ്. നമ്മളിപ്പോ ഇങ്ങനെ നീട്ടി ഇങ്ങനെ ഇങ്ങനെ പോകുന്നൊക്കെ വെക്കാൻ സ്ഥലം. ഇനിയിപ്പോ ഇത് പഴമഴത്ത് നേരെ ചട്ടിപ്പറമ്പ ജോറമ്പൊക്കെ എത്തും. അവിടെ വിൽക്കാൻ ആളെ നിർത്തേണ്ടി വരും. അറ്റത്തായിരുന്നു ആള് നടന്നു വരുന്ന ആ ഏരിയയിലായിരുന്നു. ഇപ്പൊ അവിടുന്ന് ഇതുവരെ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഏതൊക്കെയുള്ള നമുക്ക് ഈ ഭാഗത്തൊക്കെ വെറൈറ്റികൾ നല്ല ബുഷ കലാപടി ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. എത്ര വേണേലും കേട്ടോ. കടവണ്ണം വേണ്ടൊക്കെ കടവണ്ണം. ഇതൊക്കെ നമ്മൾ എങ്ങനെ റേറ്റിന് കൊടുക്കണേ? ഇത് നമ്മൾ 800. കാരണം ഇതിന് നമുക്ക് എന്താ വെച്ചാല് 700 കൊടുക്കേണ്ട ഐറ്റംസ് വേണമെങ്കിൽ വേറുണ്ട്, നമുക്ക് വേറെ കാണിക്കാം. അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പറുകളിൽ 2 ഐറ്റം ഉണ്ട്. ഈ അടിയിൽ തന്നെ ബുഷ് വേണ്ടവർക്ക് ഐറ്റ് പോകാതെ ബുഷ് വേണ്ടവർക്ക് ഇത് 800 തന്നെ. നമ്മൾ ഈ വലുത് 800, ചക്കള ഉണ്ടുവാണ് ഇത് കാണിച്ചാൽ ഒക്കെ 800 തന്നെ കേട്ടോ. ഇതാണ്ടോ അടുത്തുണ്ടോ പേരും നല്ല വലുപ്പവും നീളം പോകേണ്ടവർക്ക്. പക്ഷെ അപ്പൊ അങ്ങനെ വെച്ചാൽ ഈ നീളം വേണ്ടവർക്ക് എന്തിനാ നീളം വീഡിയോസ് കാണുമ്പോൾ നീണ്ടത് പറയണം. അത് കാരണം വെച്ചാൽ അപ്പോൾ ഓൾക്ക് ചിലവർക്ക് നല്ല നീളേക്കാരം വേണ്ടി വരും. ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ പോയപ്പോൾ ഒരാൾക്ക് നല്ല ഹൈറ്റുള്ളതിന് വേണ്ടിയില്ലേ. നമ്മളെന്ത് ചെയ്ത് എല്ലാവർക്കും നമ്മൾ പെട്ടെന്ന് എടുക്കാൻ നല്ല ബുഷായ നല്ല സാധനം നോക്കിയാണ് നമ്മൾ വെക്കുക. അപ്പോൾ ഒരാൾക്ക് ഹൈറ്റുള്ളതിന് വേണ്ട. അങ്ങനെ അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഹൈറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ മതി. ഹൈറ്റ് കൂടുമ്പോൾ അപ്പോൾ ഇതിന് ഓവർ ബുഷ് ഉണ്ടാവില്ല, എങ്കിലും കടവണ്ണം ഉണ്ടാവും. ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ, ഇതാണ്ടോ സൂപ്പർ സാധനം. അതൊക്കെ ചക്ക ഇപ്പോൾ ആയി, ചക്ക പൊട്ടും, പെട്ടെന്ന് പൊട്ടി വരാനായതാണ്. ഇതിന്റെ ഒക്കെ പ്ലാന്റ് ഉണ്ടല്ലേ? നമ്മളൊക്കെ 800. ലോഡ് നിറഞ്ഞിരിക്കുകയാണോ അതോ ഇറക്കാനുള്ളതാണോ? ഇത് ഇറക്കാനുള്ളത് തന്നെയാണ്. ഇറക്കാനുള്ളതാണ്. ഇറക്കിയിട്ട് നമുക്ക് നാളെ നമുക്ക് ഇവിടേക്ക് ഭയങ്കര നഴ്സറിക്ക് കയറ്റാണ്ട് കുറച്ച് അങ്ങനെയൊക്കെ കയറ്റണം. ഇപ്പൊ പകുതി ഇറക്കാതെ കയറ്റാൻ പറ്റുമോ നോക്കണം. അധികം അങ്ങോട്ടുള്ളതാണ്. ഇത് നമ്മളെ പുതിയ ലോറി. പുതിയ ലോറി. ഇനി നമുക്ക് ഇത് കൊണ്ടുതാ. പിന്നെ പുലാസാന് നല്ല സൈസ്. എന്താ വെച്ചാല് പുലാസ നമ്മളെ കോട്ടയാകുമ്പോ നമുക്ക് 350 വരുന്നുണ്ട്. ഇത് കുറച്ച് വില ഉണ്ട്. ഇത് 1200 ഉണ്ട്. വലുപ്പമുണ്ട്, കുറച്ച് ബുഷുണ്ട്. കണ്ടില്ലേ? 1200. ഇനി ഇത് കറക്റ്റ് അടുത്ത കൊല്ലം കായ്ക്കും. കാരണം അങ്ങനെയാണ്, അത്ര മൂപ്പായിക്കണം സാധനം ആയിക്കണം. അടുത്ത കൊല്ലം കായ്ക്കും. 1200. അതിൽ പെട്ടെന്ന് ഇപ്പം നമ്മളിത് 300 നല്ല സൈസ് അവിടെ വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. 800 300 ഉണ്ട് ഇവിടെ. 800 തന്നെ 300. പിന്നെ ഇതിന് കുറച്ചും കൂടി 1000 ഉണ്ട്. ഇതിപ്പോ 800 വരുന്നത് ഈ സൈസുള്ളൊക്കെ. അത്യാവശ്യം നല്ല കടവണ്ണ ഉണ്ട്. ഇതിപ്പോ നമ്മുടെ യുജീനിയ നല്ല ബുഷായത് കണ്ടില്ലേ? അടിപൊളി. ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 600 റുപ്യ കൊടുക്കാം. നല്ല വലുത്. ഇതിന്റെ ഹാർട്ട് ഉണ്ട്. അപ്പൊ ഹാർട്ട് ഉണ്ട്, നോക്കാം, നമുക്ക് കാണിക്കാം. എന്താണ് നല്ല ബോള അങ്ങനെയൊക്കെ ആക്കി നിർത്താൻ ബുഷ ഹൈറ്റുള്ളത് കൊണ്ട് ഹൈറ്റ് ഉണ്ട്. ഏത് വേണേലും ഉണ്ട്. 600 രൂപ അല്ലേ? 600 റുപ്യ. പിന്നെ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ തോനെ എടുക്കുമ്പോൾ ഈ ഓഡിറ്റോറിയം അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ഓഡിറ്റോറിയം വർക്കിന് കൊടുന്ന് അങ്ങനെ. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മളെ ഡെങ്സൂരി ഉണ്ട്. ഡെങ്സൂരി നല്ല ബുഷ് അടസ്ഥാൻ പോലെ ഉണ്ട്. 100 മണി 100 എത്തിയിട്ടുണ്ട്.
സൂര്യ ഇത് അടിപൊളിയാണല്ലോ. നല്ല നല്ല ദമ്മുള്ളുണ്ട്. ഇതിപ്പോ എങ്ങനെ റേറ്റ്? ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഓഫർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് 800 ബുക്കുണ്ട്. 800 വിറ്റിന്റെ 100 കുറച്ച് കൊടുക്കാം, 700 ആക്കാം. അതൊരു ഒരു മാസമൊക്കെ ഓഫർ വെക്കാൻ പറ്റുള്ളൂ. കാരണം പിന്നത്തെ സ്റ്റോക്ക് എങ്ങനെ അറിയില്ല. ഇപ്പൊ നമുക്ക് 200 വന്നിട്ട് ഒരു മാസത്തേക്ക് ആ റേറ്റിന് കൊടുക്കാം. അതെ, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്ക് തീരുന്നത് വരെ ഏതെങ്കിലും ഒന്നിട്ടോ. അപ്പൊ പിന്നെ നമുക്ക് ഇനി ഈ ഭാഗത്തേക്ക് പിന്നെ ഒക്കെ തന്നെ പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഈ ഭാഗത്തൊക്കെ. പിന്നെ നമുക്കാണെങ്കിൽ കോട്ടർകോണം വേണമെങ്കിൽ ഒന്ന് കമ്മിയായി കൊടുക്കാം. തിരുവനന്തപുരം വാങ്ങല്ലേ, അത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഈ സൈസ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് കോട്ടർകോണം കണ്ടില്ലേ? ഇത് നമ്മൾ 800 വിറ്റിന്റെ 700 കൊടുക്കാം. 700 റുപ്യക്ക് കോട്ടർകോണം. ഇതെന്താ വെച്ചാൽ സ്റ്റോക്ക് കണ്ടമാനുണ്ട്. കോട്ടർകോണം കുറെ ഉണ്ട്. ഇത് കുളമ്പാണ്. കുളമ്പ് 800. കുളമ്പ് ഇതിൽ ഐറ്റ് വേണ്ട കൗണ്ട് 800 ഉള്ളൂ. 800 വരുള്ളൂ അല്ലേ? കഴിഞ്ഞ വീഡിയോസ് തികയാതെ വന്ന സാധനം അത് 200 പീസ് ഇത്രയും വലുത് വന്ന് തേഞ്ഞ. അപ്പൊ ഇപ്പൊ കുറച്ചൊരു സാധനം ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 250 റുപ്യക്ക് നല്ല വലുത്. ഒരു 6 മാസം കൊണ്ട് കായ്ക്കാൻ നല്ല സൈസ് ആട്ടോ. നല്ല വലുപ്പമുള്ളതാണ്. 250 റുപ്യ കിട്ടിയാൽ മതി. ഇതൊക്കെ എങ്ങനെ വരുന്നത്? 150. കായലൊക്കെ ഉണ്ട്. ചെറുത് വേണ്ടൊക്കെ ചെറുത് കുറച്ച് ഇപ്പൊ മണ്ണം വേണ്ടൊക്കെ അത് നല്ല ഇതുണ്ടല്ലേ? ഈ സൈസൊക്കെ ഉണ്ട്. വേണ്ടവർക്ക് ഉണ്ട്. ഇതൊക്കെ 150 റുപ്യ ഈ ഐറ്റം. താമര ചക്ക വേറുണ്ട്. ഇത് കോക്കനട്ട് തന്നെ കൊണ്ടാണ്. അതായത് ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ചെറിയ മരത്തുമ്പോ തന്നെ ഒന്നായിട്ട് കൂടുതൽ കൊലായിട്ട് ഇങ്ങനെ തേങ്ങാ കൊലമായിട്ട് അങ്ങനെ ഒന്നായിട്ട് ചെറിയ ചെറിയ ചക്ക ഒന്നായിട്ട് ഉണ്ടാവും. നല്ല മധുരമാണ്. ചക്ക മധുരമാണ്. നമ്മൾ തിന്നതാണ്. ചക്ക എന്ന് വെച്ചാല് ഓവർ വലിപ്പം ഉണ്ടാവില്ല. ചെറുതാണ്. ചക്കച്ചോളൊക്കെ സെയിം ആണ്. സെയിം ആണ്. സെയിം വലിപ്പമാണ്. എത്ര വരുന്നത് ഇതിന്? ഇത് 200 ഉണ്ട്. 200 വരുന്നുണ്ട് അല്ലേ? കോക്കനട്ട് ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഐറ്റം അല്ലേ? അത് ഏകദേശം നമ്മള് ഇത് AVRക്കിന്റെ അങ്ങനത്തെ ഇല മാതിരി തോണ്ട് വരുന്നുണ്ട്. കണ്ടില്ലേ? AVRക്ക് ഇല മുള്ള വരിക. പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ താമര ചക്ക പറഞ്ഞിട്ട് നമ്മൾ സാധാരണ 100 വേറുണ്ട് 150. അത് നീണ്ട ഇല വരിക. ഗംലസ് മുകളിൽ താമര ചക്ക ഉണ്ട്. പിന്നെ AVRക്ക് ഇത് പുതിയ എത്തിയിട്ടുണ്ട്. നല്ല തൈകൾ 350 റുപ്യക്ക് നല്ല തൈ എത്തിയിട്ടുണ്ട്. AVRക്ക് 350 അല്ലേ? 350. ഇത് നമ്മളിവിടെ റിസൾട്ട് എത്തിയതല്ലോ? എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ആവണുള്ളൂ. 2 കൊല്ലമൊക്കെ ആയിട്ട് വെച്ചിട്ട് ആയിട്ടുള്ളൂ. 2 കൊല്ലമായിട്ടുള്ള തൈകള് 3-ാം കൊല്ലം വരുന്നുള്ളൂ അല്ലേ? ക്രമേണ നമുക്ക് അപ്ഡേഷനിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മളെ ക്രിംസെറിഡിന്റെ വൈറ്റ് എത്തിയിട്ടുണ്ട്. വൈറ്റ് അല്ല, ഏതാ നോക്കട്ടെ. മിൽക്കി കളറായിട്ട് വരുന്ന ചാമ്പ. അതായത് ഇന്തോനേഷ്യൻ പ്യൂർ വൈറ്റ് ആണ്. പ്യൂർ വൈറ്റാ ശരിക്കും വരിക. ഫോട്ടോത്തിൽ നോക്കണ്ട, ക്ലിയർ വൈറ്റാ വരിക. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് 400 ഉണ്ട്. ഇതിന്റെ ക്രിംസെറിഡ് നമ്മൾ അതുണ്ട് 400. പിന്നെ നമ്മൾ സിദ്ധു നല്ല വലുത് കുറച്ച് 150 റുപ്യ. ഈ ഇരിക്കുന്നതൊക്കെ 150 റുപ്യ. നമുക്ക് പ്ലാവിന്റെ വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണ എത്ര മുതലാ? ഇപ്പൊ നമുക്ക് ഉള്ളത് എന്താ വെച്ചാല് കൽക്കത്തന്റെ സാധനം നമുക്ക് എന്താ വെച്ചാല് അത് ആണ്. നമുക്ക് ബെഡാണ് എപ്പോഴും കൊടുക്കാൻ നല്ലത്. അതുകൊണ്ടാണ് ബെഡ് നമ്മൾ 100 റുപ്യ ആക്കുന്നുണ്ട്. പിന്നെ ചെറിയ കവറിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് തിരുവനന്തപുരം സാധനം വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് കവർ മാറ്റുള്ള സൗകര്യം വേണം. ചെറിയ കവറിൽ അത് വരിക. അതെന്ത് ചെയ്യണം? അത് ആ ടൈമിൽ തന്നെ പോകണം. പോയില്ലെങ്കിൽ നമുക്കവിടെ കിടന്ന് കണ്ട് നമ്മൾ നനക്കലുണ്ട്. ഈ കണ്ട സ്ഥലക്ക് ഒരാളെല്ലാം നനക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ അത് നനക്കുന്നുണ്ടൊക്കെ. അത് വേറെ ആൾ പണിക്കാരൊന്നും ഇല്ലല്ലോ അതിന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നനക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണങ്ങും. അപ്പോൾ പിന്നെ കണക്കാ ഇത്. പിന്നെ അടുത്തത് ഇവിടെ നമ്മളെ പുതിയ വെറൈറ്റി കേട്ടന്നെ മാംഗോസ് എത്തിയിട്ടുണ്ട്. കേട്ടന്നെ എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് കുറച്ചുകൂടി മധുരമുണ്ട്, കുറച്ച് വലുപ്പമുണ്ട് പഴം. അതിൽ ഐറ്റ് വരും. ഇത് മറ്റേ ചില മാംഗോസിനൊക്കെ ഇങ്ങനെ ഉണ്ടല്ലേ? അതിപ്പോ ഇങ്ങനെ കുറച്ച് അകലായിട്ടല്ലേ വരിക. തട്ട് കുറച്ച് ഇത് അടുത്തടുത്തായിട്ട് ഒരു കുള്ളൻ ടൈപ്പാണ് വരിക. ഇത് നമുക്ക് വെക്കുന്നത് പോലെ തന്നെ അത്ര ടൈം വേണോ? ഇത് ടൈം പറ്റുന്നതേ വരുന്നുണ്ട്. സെയിം ടൈം ഡ്യൂറേഷൻ ആണ് വരുന്നല്ലേ? ആ തൈ ഒന്ന് എടുത്ത് പോക്കോ. കറക്റ്റ് നമുക്ക് 6-ാം കൊല്ലം കായ്ക്കും. കറക്റ്റ് 6-ാം കൊല്ലം കഴിക്കൂല്ലേ? അപ്പൊ ഇതും മറ്റേത് എടുക്കണ പോലെ കുറച്ച് തട്ട് കൂടുതലുള്ളത് എടുക്കല്ലേ നല്ലത്? തട്ട് കൂടുതൽ എടുക്കാനല്ലേ? തട്ട് കൂടുതലുണ്ട്. ഇത് നമ്മൾ 500 ആണ്. ഇത് 1.5-2 തട്ട് 500 കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ നമുക്ക് ഇതാണ് ആ സാധനം. ഇവിടെ ഇതാ കുള്ളനാണ്. ഇങ്ങനെ ഇതിന് തട്ടാകലെ തന്നെ കാണുന്നുണ്ടല്ലോ. തട്ട് വ്യത്യാസമുണ്ട്. ഇത് ഓരോന്നും തമ്മിലുള്ള ഗ്യാപ്പ്. ഇത് നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ കണ്ടില്ല? ഇങ്ങനെ അടുത്തടുത്തല് വരുന്നുണ്ട്. കണ്ടോ? അതേമാതിരി ഈ ലീഫ് ഇത് നീണ്ടു പോണില്ല. ഓവർ ഐറ്റും വരില്ല. പട്ട ഐറ്റം അങ്ങനെ അങ്ങോട്ട് പോണില്ല. പക്ഷെ ഇത് കുറച്ച് വില ഉണ്ട്. ഇത് നമുക്ക് 5 ആ സ്ഥാനത്ത്. ഇതാണെങ്കിൽ നമുക്കൊരു 3.5 കൊടുക്കാം. അത് 5 മിനിറ്റിന്റെ 3.5 കൊടുക്കാം. ഇത് 3.5. പിന്നെ അതിന്റെ വലുതുണ്ട്. നമുക്ക് 5-ന്റെ ഉണ്ട്, 7-ന്റെ ഉണ്ട്. ബ്ലാക്ക് ഞാവള് കുറച്ച് വലുത്. ഇതിനെ ചെറുതുണ്ട് 150 ഉണ്ട്. ഇത് 300 150 ഉണ്ട്. ഇത് 300 പിന്നെ വിയറ്റ്നാമാണ്.
നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസ് പറഞ്ഞാണ്. ഓക്കെ. അത് റംബൂട്ടാൻ ഉണ്ടല്ലോ അവിടെ. റംബൂട്ടാൻ പുതിയ സ്റ്റോക്ക് വന്നത് ഈ വലുപ്പമുള്ളൂ. സംഗതി ഇപ്പോ ഇത് ഏറ്റവും പുതിയ സ്റ്റോക്ക് വന്നല്ലേ? ഇതിപ്പോ എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നത്? നമ്മളെ 200 റുപ്യാണിത് ഈ ഒരു ഐറ്റിനല്ലേ? 200 നമുക്ക് ആദ്യത്തെ സ്റ്റോക്ക് വലുപ്പമുള്ളതുണ്ട്, നമ്മൾ അതേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഇതൊന്നും ഗ്രോത്ത് ആയിക്കോട്ടെ. വലുതായിട്ട് ഇതാണ് പറഞ്ഞ 1000 റുപ്യ നല്ല വലിയ മൂവാണ്ടം കുറച്ച് ബുഷായത് കണ്ടില്ലേ. ചെല്ലിമലൊക്കെ മാങ്ങന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലാപ്പാടി പിന്നെ നമ്മൾ ഇത് എത്തിയിട്ടുണ്ട്. കശുവണ്ടി അറിയില്ലേ, കാഷ്നട്ട്. ഇതിൽ നമുക്കൊരു വെറൈറ്റി ആണ് ഇപ്പൊ വന്നത്. കാരണം ഇതുപോലെ പറയണെന്ന് വെച്ചാല് 10 അണ്ടി 1/2 കിലോ ഉണ്ടോന്ന് പറയുന്നുണ്ട്. ഇത്തിരി വലുതാന്ന് പറയുന്നുണ്ട്. ഒരു വെറൈറ്റി ആണ്, അതുകൊണ്ട് വിലയുണ്ട്. 150 റുപ്യ ഉണ്ട്. എന്താ ഇതിന്റെ പേര് വരുന്നത്? കാഷ്നട്ട് എന്തോ ഒരു, ഞാൻ വേണമെങ്കിൽ ശരിക്കും നോക്കിയാൽ കിട്ടും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതിന്റെ അപ്ഡേഷനിൽ വരാം. കാരണം ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് 150 റുപ്യ ഉണ്ട്. നമ്മൾ സാധാ ആണെങ്കിൽ 100 റുപ്യ ഉള്ളൂ. 50 റുപ്യ മാറ്റം വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ചിലവർ ഒരു വീട്ടിലേക്ക് തോട്ടത്തേക്ക് ഒന്ന് നമ്മൾ തോട്ടം സെറ്റ് ചെയ്യുമ്പോൾ ചോദിക്കേണ്ട ഒരു കശുവണ്ടി വെക്കാൻ പറ്റും ചോദിക്കണവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇത് പറ്റും. കാരണം 50 റുപ്യ കൂടിയാലും വേഗം കറക്റ്റ് 1.5 കൊല്ലം 1 കൊല്ലം കൊണ്ട് റിസൾട്ട് ആണ്. ഇതിപ്പോ ബി ഗ്രാഫ്റ്റ് ആണോ വരുന്നത്? ബി ആണല്ലേ? മാർക്കറ്റിലെന്ന് ശരിക്കും ഒറിജിനൽ ചെറുനാരങ്ങന്റെ കുറച്ച് നല്ല കായ പിടിക്കുന്ന വെറൈറ്റി വന്നാണിത്. സീഡ്ലെസ് അല്ല, സീഡ്ലെസ് വേറുണ്ട്. പക്ഷെ ഇത് കുറച്ച് വില ഉണ്ട്. ഇത് 200 ഉണ്ട്. ഇതിന്റെ സീഡ്ലെസ് നമുക്ക് നല്ല വലുത് വണ്ടിയിലുണ്ട്, ഇറങ്ങേണ്ടത് 150 കാണിക്കാം. പിന്നെ ഇത് കെൽഡാൻ കുറച്ച് വലുത് എത്തിയിട്ടുണ്ട്, 600 ജാക്ക് ഫ്രൂട്ട് ഫാമിലി അല്ലേ? അതെ, കെൽഡാൻ 600 വരും. പിന്നെ പുതിയ നെല്ലി ഒന്നുണ്ട്. അതെങ്ങനെ വെച്ചാല് വലിയ നെല്ലിക്ക 200 റുപ്യ ഉള്ളു കേട്ടോ. വലിയ നെല്ലി നല്ല ബുഷാക്കി നിർത്താൻ പറ്റിയ നല്ല പുതിയ ചെല്ലിമലൊക്കെ പൂ വന്നിട്ടുണ്ട്. ഇതാണ്ട 800 നീലനാണത്. നല്ല ബുഷായ പ്ലാന്റ്. ഇത് നമുക്ക് 700 അടിച്ചാ ലാസ്റ്റ് 700 കൊടുക്കല്ലേ? അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. സാധനം ഇഷ്ടം പോലെ നീല ഇഷ്ടം പോലെ. നമ്മളെ ബനാന ഇരിക്കുന്നുണ്ടല്ലോ ഇടയില്, നല്ല അടിപൊളി കടവണ്ണുള്ള ഒരു പ്ലാന്റ്. ബനാന ഉണ്ട്. ഇതെങ്ങനെ റേറ്റ് ചെയ്യുന്നത്? ബനാന നമ്മള് 1500 ഉണ്ട്, 800 ഉണ്ട്. 800 ഇവിടെ കാണിക്കാം. അതായത് MS ഇങ്ങനെ പറഞ്ഞേക്കാം ജഹാംഗീർ ഉള്ള മാവാണ്. നമ്മള് ജഹാംഗീർ പക്ഷെ നമ്മൾ തിന്നിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല ബുഷ് ആയിട്ടുള്ള പക്ഷേ ഇത് നമ്മൾ ഇത്രയും വലുത് നമുക്ക് 800 കൊടുക്കാം. നല്ല ബുഷായത് 800 കൊടുക്കാം. അതൊക്കെ ജഹാംഗീർ ആണ്. റിസൾട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, കിട്ടിയിട്ടില്ല. നല്ലതാണെന്നാണ് നമ്മളൊരു അഭിപ്രായം. നമ്മളിപ്പോ ഒന്ന് വലുതൊന്നും നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട്. അടുത്തുള്ള കാഴ്ചയെങ്കിലുള്ള പ്രതീക്ഷ. ഇതൊക്കെ ഇതും ജഹാംഗീർ ആയിട്ടുള്ള നല്ല ബുഷായതുണ്ടല്ലേ, നല്ല കടവണ്ണുള്ള മല്ലികയാണല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റിന് കൊടുക്കും? ഈ മല്ലിക ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മാതിരി ഒരു മാസം നിലക്ക് വേണമെങ്കിൽ ഓഫ് ഇട്ട് കൊടുക്കാം. എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? അത് 800 700 കൊടുക്കാം. 700 കൊടുക്കാം. ഈ കാരണം ഈ എല്ലാവരും കൊണ്ട വക്കട്ട നിലക്ക് 800 അപ്പൊ ആ നിലക്ക് ഒരു ഓഫർ ഇട്ട് കൊടുക്കാൻ മാത്രം. ഒരു മൺസൂൺ ഓഫർ ഒരു 1 മന്ത് ഓഫർ. ഇന്നലെ ഇപ്പൊ നമ്മളെ ജൂൺ പരിസ്ഥിതിനായിട്ട് പോയിന്റ് ജൂൺ 5, 6 അന്നൊക്കെ നമുക്ക് കൂടുതൽ തൈകൾ ഇഷ്ടംപോലെ ഓർഡർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ മഹാഗണിയും മറ്റേ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട്, തണൽ മരങ്ങളെ വെച്ചിട്ടുണ്ട്. ഈ വർഷം തിരിച്ചാണ്, ഒക്കെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കഴിക്കും ചെയ്യാം. തണൽ മരം എന്ന് പറഞ്ഞാൽ 20 30 തീരും. പക്ഷെ ഫ്രൂട്ട്സ് ആകുമ്പോൾ റംബൂട്ടാനും മറ്റൊക്കെ 200 കുറഞ്ഞ ഇല്ലല്ലോ. അങ്ങനെയായിരുന്നു വെച്ചിട്ട്. മാവൊക്കെ 70 റുപ്യ 50 റുപ്യ സൈസാ വെച്ചിട്ടുണ്ട്. നല്ല ബുഷായത് അതാണ് നമ്മുടെ തായ് അൽഫോൺസാണ്. അതാണ് എങ്ങനത്തെ ബുഷ് ഉണ്ടല്ലേ, ഇങ്ങനെ ബുഷായത് വേണ്ടൊക്കെ ഉണ്ട്. കുറച്ച് സാധാ ലെവലിൽ പോകുന്നവർക്ക് ഉണ്ട്. ഇത് നമ്മൾ ഇതാണ് മറ്റേ ടെക്നഗിരി അപ്പൂസ് അറിയില്ലേ, നമ്മളെ ഇന്ത്യന്റെ കുറച്ച് നല്ല നമ്പർ ഇതാണ് അൽഫോൺസ. ഇത് നമ്മളിപ്പോ 800 വിറ്റിന്റെ ഒരു ഓഫർ നിലക്ക് 700. അമർപ്പാളി അല്ലേ? അത് നമുക്കൊരു 700 കൊടുക്കാം. 800 700 കൊടുക്കാം അല്ലേ? ഈ ഒരു ഐറ്റുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ ഇപ്പൊ ഈ സ്റ്റോക്ക് കഴിഞ്ഞ വരെ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 മാസം വീഡിയോസ് 1 മാസം വരെ. ഇതിപ്പോ എന്താ വെച്ചാൽ ഇതൊക്കെ ഈ അമർപ്പാളി അങ്ങനത്തെ നമ്മള് മല്ലികയൊക്കെ എന്താ വെച്ചാല് ഒരു 75 പീസ് ഇറക്കിയിട്ടുള്ളൂ ഇപ്പോ. കാരണം നമ്മളെ കാലാപ്പാടി പിന്നെ 800 എന്താ വെച്ചാൽ ഇഷ്ടംപോലെ തികയാത്ത പീസ് വേണം. എന്താ വെച്ചാൽ ആ ബുഷ് ടൈപ്പ് കണ്ടില്ലേ, അതാകുമ്പോൾ 200 ഇറക്കിയിട്ടുണ്ട്. സാധാ 700 കാലാപ്പാടി തന്നെ തുടങ്ങി 700 650 ഒക്കെ. അപ്പൊ അവിടെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ കാണിക്കാം. അത് 650 കൂട്ടിയാൽ മതി ലാസ്റ്റ്. കാലാപ്പാടി അതങ്ങനെ വേറെ 21 കവറിൽ അങ്ങനെ വന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വിത്തുകളൊക്കെ 250 റുപ്യ കോംബോ ഓഫർ ഭയങ്കര തന്നെയായിരുന്നു. 20 ജില്ലാ ഐറ്റംസ് ആയിരുന്നു നമുക്ക് അതിലുണ്ടായിട്ടുണ്ട്. അതിലിപ്പോ നമ്മള് ഇപ്പൊ ഈ മൺസൂൺ ഓഫർ ഇപ്പൊ വിത്തിന്റെ ടൈം ആൾക്കാർ കുഴിച്ചിട്ട നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്തോ ഒരു 5 ഐറ്റം കൂട്ടി അങ്ങനെ 30 ഐറ്റം ആക്കിയിട്ടുണ്ട്. 10,000 വിത്തിന്റെ മേലെ 10,000 കൂടുതൽ. ചീര ഇതില് 8 ഐറ്റം ചീര വരുന്നുണ്ട്. അല്ലല്ല, ഓരോരോ പാക്ക് വേറെ വേറെ നമ്മള് ശരിക്കും മാർക്ക് ചെയ്ത് കാണ്ടിടും. അത് എങ്ങനെ വെച്ചാൽ ഇത്ര ഉണ്ടാവും. ഇത് ഇത്രയും വലിയ ചീര 20 റുപ്യ കൊടുക്കുന്നത്. ഇതന്നെ നമ്മൾ സാധാരണ സെയിൽ 10 റുപ്യക്കാണ്. ഇത് ഏത് ചീര പറഞ്ഞാൽ ഇത് ബ്ലാത്താങ്കര ചീരയാണ്.
അതിന് ചുവന്ന ചീര വേറുണ്ട്. അപ്പോൾ ഏതൊക്കെ ചീര ശരിക്കും പറഞ്ഞു, ഒന്ന് വ്ളാത്താങ്കര ചീര, അത് വെറൈറ്റിയാണ്. അതായത് ഒരു കൊല്ലം ആയാലും പൂ വരില്ല, കായ ഇല ഇങ്ങനെ അറുത്താൽ മതി, ആ സൈസാണ് വ്ളാത്താങ്കര ഉണ്ട്. പിന്നെ നമ്മൾ സുന്ദരിച്ചീര ഒന്ന്, പിങ്ക് ചീര എന്ന് പറഞ്ഞത്. പിന്നെ പാൽച്ചീര, വെള്ളച്ചീര എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മയിൽപ്പീലി ചീര, ആ ചീര മയിൽപ്പീലിൻ്റെ മോഡലായിട്ടുള്ള ചീര ഉണ്ട്. ആ ചീരകൾ വെറൈറ്റി അറിയണവർക്ക് അറിയും, അത് നല്ല ചീരയാണ്. പിന്നെ നമ്മൾ സാധാ പച്ചച്ചീര, അതിൽ ലൈറ്റ് പച്ച വേറുണ്ട്. പിന്നെ നമ്മൾ സാധാ റെഡ്, പിന്നത്തെ റെഡ്, ലൈറ്റ് റെഡ്, അങ്ങനെ 8 ഇനം ചീര ആ ചീര തന്നെ ഉണ്ടാവും. അതൊക്കെ ഈ വലുപ്പമുള്ള പാക്കറ്റുകളെ കാരണം അങ്ങനെ വേറെ വേറെ ആക്കിക്കാണ്ട് സെപ്പറേറ്റ് ഒക്കെ സെപ്പറേറ്റ്. എന്നാലും ആൾക്കാർക്ക് കുറച്ച് ചിലവർക്ക് എന്താ വെച്ചാൽ ഒരു പാക്കറ്റ് കൊണ്ടുപോയി ഫുള്ള് പാകൂല, കാരണം പിന്നെ കുറച്ച് പിന്നെയും പാകിയാൽ മതിയാവും. അങ്ങനെ തന്നെ എടുത്തൊക്കെ വിത്തുകൾ, പുതിയ വിത്തുകളെല്ലാം അതായത് ഇപ്പോൾ ഒറ്റയടിക്ക് ഇപ്പോൾ മഴ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നായിട്ട് പാകണ്ട, കുറച്ച് ഇട്ടിട്ട് ബാക്കി പാക്കറ്റ് പിന്നെ എടുത്ത് വെച്ചാൽ മതി. പിന്നെ തോന്നുമ്പോൾ പിന്നെ ഒന്ന് പാകിയാൽ മതി. മറ്റേ ഒന്നായിട്ട് തിങ്ങി മുളച്ചിട്ട് കാര്യമില്ല, നമുക്ക് കരുത്തിൽ ഇങ്ങനെ നിർത്തണമെങ്കിൽ. അങ്ങനെ 8 ഐറ്റം ചീര തന്നെ ഉണ്ട്. പിന്നെ മൊത്തം 30 ഐറ്റം സാധനം നമ്മൾ 250 രൂപ വില കൂട്ടിയിട്ടില്ല, ആ ഓഫർ സെയിം റേറ്റ് എണ്ണം കൂടി. അങ്ങനെ 10,000 വിത്തിന് മേലെ ഉണ്ടാവും. 250 രൂപ നമ്മള് പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ അങ്ങനെ അതെ അതേമാതിരി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഏതോ ഒരു 1-2 അഡ്രസ്സ് കൊണ്ട് എന്തോ മാറിയിട്ട് പൈസ അടിച്ചില്ല പോലും. പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മഴ അടുപ്പിച്ച് മതി, പക്ഷെ ആ അഡ്രസ്സ് നമ്മളേക്കൊന്ന് പോയി, മിസ്സായി പോയിട്ട്. അപ്പൊ അവര് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ 250 രൂപ ഒന്ന് ചെയ്ത സ്ക്രീൻഷോട്ട് ഇട്ടാൽ അഡ്രസ്സ് നോക്കിയാൽ അവർക്ക് ഇപ്പൊ തന്നെ നമുക്ക് സാധനം ഈ തിങ്കളാഴ്ച തന്നെ സാധനം ഇട്ടുകൊടുക്കാം.